ദീർഘനാളത്തേക്ക് നമ്മുടെ ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാം, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇലാബറേഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കൊക്കെ ഉള്ളതാണ്, പക്ഷെ നമ്മളത് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്. ഈ ഇലാബറേഷൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു വിവരം കിട്ടിയാൽ ആ വിവരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്തു കൊടുക്കുക. കാരണം കിട്ടിയ വിവരത്തെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കാതെ വരും. അപ്പൊ എന്താ സംഭവിക്കുക? കൃത്യമായി നേരത്തെ കിട്ടിയ അറിവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അറിവ് നമുക്കില്ലാതായി മാറും. അതുകൊണ്ട് ഇലാബറേറ്റ് ചെയ്യണം, മറ്റുള്ള ഇൻഫർമേഷൻസ് കൂടെ ഈ ഒരു പുതിയ വിവരത്തിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക എന്ന് പറയും. അതിന് ഏറ്റവും ടെക്നിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പാസ്വേഡുകളൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നു പോകുന്നത്. കാരണം എന്താണ്? അത് മറ്റൊന്നുമായി കണക്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ MKR123 എന്നാണ് പാസ്വേഡ് എങ്കിൽ അത് ഓർത്തു വെക്കാൻ വലിയ പ്രയാസമാണ്. കാരണം 2 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായി മറന്നുപോകും. അതിനുള്ളൊരു ടെക്നിക്ക് MKR എന്നത് ഒരു മീൻ കറിയുമായി ചേർത്ത് വെക്കുന്നു. MKR മീൻ കറി. 124 എന്നാണെങ്കിൽ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട്സിന്റെ പേര് ഓർത്ത് വെക്കുക. 1 2 എന്നത് ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്റെ 2 ആളുകൾ ഓർത്ത് വെക്കുക. നമുക്ക് കുടുംബത്തിലൊക്കെ ഉണ്ടാകുമല്ലോ അത്തരം 2 ആളുകൾ, അവരുടെ പേര് ഓർത്ത് വെക്കുന്നു. 4 ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കോവർക്കേഴ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിക്കാരുടെയോ പേരിലേക്ക് റിലേറ്റ് ചെയ്ത് വെച്ചാൽ 124 നമുക്ക് ഓർമ്മ വരും, മീൻകറിയും ഓർമ്മ വരും. അങ്ങനെ MKR എന്നത് മെമ്മറിയിൽ ഒരു പുതിയ എലാബറേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയും കൃത്യമായി നമ്മുടെ ഓർമ്മയിലേക്ക് ഈ പാസ്വേഡ് ഓടി വരുന്നതായും കാണാം. അപ്പൊ പലപ്പോഴും ചോദ്യം വരുന്നത്, വലിയ വലിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ പറ്റുമോ എന്നാണ്. വളരെ സിമ്പിൾ ആണ്. അതിന് 3 കാര്യങ്ങൾ മാത്രം ചെയ്യുക. എന്താണ് വിഷയത്തിന്റെ ഹെഡിങ് എന്നൊന്ന് മനസ്സിലാക്കണം. ഹെഡിങ് മനസ്സിലാക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. 3, 7, 21 ദിവസങ്ങളുടെ ഇടവേളകളിൽ ഇതിനെക്കുറിച്ചൊന്ന് റീകോൾ ചെയ്യുന്നു, ആവർത്തിക്കുന്നു. ഓർമ്മയും മറന്നു പോകാതെ വളരെ കൃത്യമായി നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഓർമ്മയിലേക്ക് ഇതൊക്കെ ഓടി വരുന്നതായി കാണാം. ഇത്തരം ഇൻഫർമേഷൻസുകൾ വളരെ കൃത്യമായി നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ കാലം നിൽക്കണമെങ്കിൽ ഒരു വൈ ക്വസ്റ്റ്യൻ നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ക്ലാരിറ്റിയായി, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി എന്ന് പറയും, CC ക്രിസ്റ്റൽ ക്ലിയർ. ആ ക്ലാരിറ്റിയോടുകൂടെ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നൊരു ചോദ്യം എല്ലാ പഠനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും പിന്നാമ്പുറത്ത് കൊടുത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി ഓർത്തു വെക്കുന്നതിനുള്ള അതിമനോഹരമായ ഒരു ടൂളായി വൈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം.